കൊല്ലം കോർപ്പറേഷൻ്റെ ഈ സ്വപ്ന പദ്ധതി മുടക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. കൊല്ലം കോർപ്പറേഷനിലെ 4,11,336 കോർപ്പറേഷൻ നിവാസികൾക്കും തൊട്ടടുത്ത പഞ്ചായത്തുകളിലായുള്ള 47,456 ആളുകൾക്കുമുള്ള കുടിവെള്ള സംഭരണ ടാങ്കാണിത്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ ടാങ്ക് മാത്രമല്ല, ഇത് കൊല്ലം മണിച്ചിത്തോട് എന്ന സ്ഥലത്താണുള്ളത്. ഇവിടെ മാത്രമല്ല, കോർപ്പറേഷൻ്റെ നഗരപരിധിയിലായി 8 ഇടങ്ങളിലോളം ഇത്തരത്തിലുള്ള ജലസംഭരണികൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ ജലസംഭരണികളിലേക്ക് ശുദ്ധജലം എത്തുന്നത് ഞാങ്കടവ് പദ്ധതിയിൽ നിന്നാണ്. ഞാങ്കടവ് കുടിവെള്ള പദ്ധതിയിലേക്കാണ്, ആ പദ്ധതി പ്രദേശത്തേക്കാണ് നാട്ടുവണ്ടി ഒരു ബോട്ട് യാത്ര ഇന്ന് യാത്ര തിരിക്കുന്നത്. നഗരവാസികളുടെ മൊത്തം കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണുകയാണ് ഞാങ്കടവ് കുടിവെള്ള പദ്ധതിയിലൂടെ. 600 കോടി രൂപ മുതൽ മുടക്കിൽ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കിഫ്ബിയുടെ സഹായത്തോടെയാണ് പദ്ധതി നിർമ്മാണം. ലാർജ് സ്കെയിലുള്ള ജലം എത്തിച്ച് അത് ശുദ്ധീകരിച്ച ആളുകൾക്ക് വിതരണം ചെയ്യാനുള്ള ശുദ്ധീകരണശാലയാണിത്, ശുദ്ധീകരണ പ്ലാന്റാണിത്. ഓരോ ഫിൽട്ടർ ഹൗസുകളും ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. 2026 മെയ് മാസത്തോടെ പ്ലാന്റിൻ്റെ കമ്മീഷൻ ചെയ്യാനാകുമെന്ന പ്രതീക്ഷയിലാണ് ഇവിടെയുള്ളവരെല്ലാവരും തന്നെ. ആധുനിക സംവിധാനങ്ങളെല്ലാം തന്നെ ഓട്ടോമേറ്റഡ് കൺട്രോൾ, സൂപ്പർവൈസറി സിസ്റ്റം, ഡാറ്റ അക്വിസിഷൻ സിസ്റ്റം ഉൾപ്പെടെയുള്ളവയാണ് ഇവിടെ ഏർപ്പാടാക്കിയിട്ടുള്ളത്. ഇതിലൂടെ 24 മണിക്കൂറും ജലശുദ്ധീകരണം, ജലവിതരണത്തിന് എന്തെങ്കിലും തരത്തിലുള്ള തടസ്സമുണ്ടോ, അപ്പോൾ അത്തരത്തിലുള്ള തടസ്സങ്ങൾ എന്തെങ്കിലും വന്നുപെട്ടാൽ പരിഹരിക്കേണ്ട മാർഗങ്ങൾ എല്ലാം ക്രമീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കേവലം 1 കിലോമീറ്റർ ദൂരപരിധിയിൽ അനുമതി നൽകില്ല എന്ന കേന്ദ്ര സർക്കാരിൻ്റെ പിടിവാശി കൂടിയാണ് ഇന്ന് കൊല്ലം നഗരത്തിൽ ഞാങ്കടവ് കുടിവെള്ള പദ്ധതിയിൽ നിന്നും ജലം ലഭിക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. ഇത്രയും ഫാസ്റ്റായിട്ട് നിന്നുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ് കിഫ്ബിയിൽ നിന്നും ഫണ്ട് നൽകിക്കൊണ്ട് ഈ കുടിവെള്ള പദ്ധതി കമ്മീഷൻ 23 ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിവേഗം ആ കോവിഡ് മഹാമാരി കാലത്ത് പോലും ഞങ്ങൾ പൈപ്പിനെല്ലാം സ്ഥാപിച്ചുകൊണ്ട് ഇത് പൂർത്തീകരിച്ചു. പക്ഷെ 2 വർഷക്കാലമാണ് 1 കിലോമീറ്റർ ഈ പൈപ്പ് ലൈൻ ഇടുന്നതിനുള്ള അനുമതി കിട്ടുന്നതിന് വേണ്ടി ഒരുപാട് തവണ ഞങ്ങൾ നേരിട്ട് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ചീഫ് സെക്രട്ടറിയും എല്ലാം കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെടുകയും നിതിൻ ഗഡ്കരി സാറിനെ അടക്കം ഞങ്ങൾ കണ്ടു. പക്ഷേ ഞങ്ങൾക്ക് അതിന് അനുമതി നിഷേധിച്ചു. ഇന്നിപ്പോൾ അഭിമാനത്തോടെ ഞങ്ങൾക്ക് പറയാം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൈകളിൽ ഭരണം ഏൽപ്പിച്ചിട്ടുള്ള കൊല്ലത്തെ പ്രബുദ്ധരായ ജനങ്ങളെ സംബന്ധിച്ച് അവരടിസ്ഥാന പ്രശ്നം കുടിവെള്ളമാണ് അടിസ്ഥാന പ്രശ്നം. ആ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണുന്നതിനുള്ള ഞാങ്കടവ് 566 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടുള്ള ഈ പദ്ധതി ഒരു മെയ് മാസത്തോടുകൂടി ഇത് കമ്മീഷൻ ചെയ്യാൻ സാധിക്കും. തന്നെ ഇന്നലെ 3600 കിട്ടിയപ്പോൾ ആ അമ്മയുടെ സന്തോഷം, ഒരു മെഡിക്കൽ ഷോപ്പിൽ ചെന്ന് കടം പേടിക്കും, ധൈര്യമായിട്ട് കൊടുക്കും. കാരണം പിണറായി എന്നൊരു മുഖ്യമന്ത്രി ഉള്ള കാലം വരെ ഞങ്ങൾക്ക് പെൻഷൻ മുടങ്ങില്ല എന്നൊരു ധൈര്യം, അതാണ് നമ്മുടെ കൊല്ലത്തിൻ്റെ മാത്രമെന്നല്ല കേരളത്തിൻ്റെ വിശ്വാസം. നല്ലത് ആര് ചെയ്യുന്നു അവർക്ക് തുടർഭരണം ഉറപ്പായി കിട്ടിയിരിക്കും. വീണ്ടും CPM തന്നെ ഭരണത്തിലെത്തുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. 100 MLD സംഭരണശേഷിയുള്ള ജലസംഭരണിയാണ്. കമ്മീഷൻ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ കൊല്ലം കോർപ്പറേഷൻ നിവാസികൾക്ക് കുടിവെള്ളത്തിന് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. നാട്ടുവണ്ടി വോട്ട് യാത്ര തുടരുകയാണ് ഇവിടെ നിന്നും.